പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ക്രിസ്മസ് ദിനത്തിലെ കുറച്ച് വിശേഷങ്ങളാണ്. വീഡിയോ കുറച്ച് ലേറ്റായി പോയതിൽ തന്നെ ആദ്യം ഞാൻ സോറി പറയുന്നു. അപ്പം നമുക്ക് ഇന്നത്തെ ഈ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് വേഗം കണ്ടിട്ട് വരാം. അപ്പം ക്രിസ്മസിൻ്റെ അന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് വളരെ വളരെ സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ വെള്ളയപ്പവും ചിക്കൻ സ്റ്റൂവും ആണ് കേട്ടോ. അപ്പം നമ്മളിത് ക്രിസ്മസ് ഈസ്റ്ററിനൊക്കെ ഈ ഒരു കറിയും അതുപോലെ തന്നെ വെള്ളയപ്പവുമാണ് ഉണ്ടാക്കുന്നത്. അപ്പം തലേന്ന് തന്നെ വൈകിട്ട് നമ്മൾ മാവൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി വെള്ളയപ്പവും കോഴിക്കറിയായിരുന്നു. പിന്നെ നമ്മുടെ ക്രിസ്മസിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പ്ലം കേക്ക് തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയ പ്ലം കേക്കാണ്. ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്കായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും നല്ല അടിപൊളിയായിട്ട് ഈ പ്ലം കേക്ക് കിട്ടുമെന്ന്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ നമ്മുടെ വീട്ടിലെ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം അന്ന് തന്നെ വൈകുന്നേരം നമുക്ക് ക്രിസ്മസ് റാലി ഉണ്ടായിരുന്നു. സംയുക്ത ക്രിസ്മസ് റാലി. അതായത് നമ്മുടെ അടൂർ കരുവാറ്റ ചർച്ചിൽ നിന്ന് തുടങ്ങി നമ്മുടെ അടൂർ ഗാന്ധി മൈതാനം വരെ ആയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് റാലിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ ചർച്ചിൻ്റെ ഫ്ലോട്ടിൽ നമ്മുടെ അമ്മൂസാണ് മാലാഖയായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് പോയത്. 4 മണിക്ക് റാലി സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. എല്ലാ ചർച്ചിൻ്റെയും ഈ പ്രദേശത്തുള്ള എല്ലാ ചർച്ചിൽ നിന്നുമുള്ള ആൾക്കാരുടെ അതായത് ചർച്ചിൻ്റെ ഫ്ലോട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ്. ജാതിമത ഭേദമന്യേ എല്ലാവരും വന്ന് പങ്കെടുക്കുന്ന ഒരു അടിപൊളി പരിപാടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വെള്ളയും ചുമപ്പും ഒക്കെ ധരിച്ചിട്ട് നമ്മുടെ സാന്തായുടെ തൊപ്പിയൊക്കെ വെച്ചിട്ട് വരുമ്പോഴത്തേക്ക് എല്ലാവരും നല്ല സൂപ്പറായിട്ട് കാണാനും നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ റാലി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അമ്മൂസിനെയൊക്കെ പള്ളിയിൽ ഒരുക്കാനായിട്ട് കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ ശേഷം അമ്മൂസിനെയും കൊണ്ട് പോയി. പിന്നെ വൈകുന്നേരം 4 മണിക്ക് ഞങ്ങൾ ഈ റാലി കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ അമ്മൂസിനെയൊക്കെ റെഡിയാക്കിയിട്ട് വണ്ടിയിൽ തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയായിരുന്നു. ഞാൻ അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ റാലി തുടങ്ങിയ സമയത്താണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ റോഡിൻ്റെ സൈഡിലും ഈ റാലി കാണാൻ വേണ്ടിയിട്ട് നിൽപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നമ്മുടെ അടൂർ സെൻട്രലിൽ വന്നിട്ട് അതായത് ഗാന്ധി മൈതാനത്തിലേക്ക് വന്നിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. ഇവിടെ തന്നെയാണ് നമ്മുടെ പള്ളിയും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇത് ഈ ഒരു പരിപാടിക്ക് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് മനസ്സിന് വളരെ സന്തോഷം പകരുന്ന കാര്യങ്ങളാണ്. പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വൈകുന്നേരം ഈ മൈതാനത്തിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ റാലി സമാപിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. പാട്ടും അതേപോലെ തന്നെ കുട്ടികളുടെ കലാപരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് നമ്മൾ നിന്നില്ല. നമ്മൾ മൈതാനത്തേക്ക് റാലി വന്നതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തിരികെ വീട്ടിലേക്ക് പോരുകയായിരുന്നു. അപ്പോൾ തന്നെ ഏകദേശം 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരേ കളർ ഡ്രസ്സ് ഇട്ട് നമ്മുടെ അടൂരിലുള്ള ഒലീവിയ ഡിസൈൻസിൽ നിങ്ങൾ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കാണാറുള്ളതാണ് ഒലീവിയ ഡിസൈൻസ്. അവിടുത്തെ കുട്ടികളുടെ ഡിസ്പ്ലേ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ മനോഹരമായിട്ട് തന്നെയായിരുന്നു അവർ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ക്രിസ്മസിൻ്റെ വ്ളോഗ് ലേറ്റായി പോയത് കുറച്ച് തിരക്കുകൾ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് നമ്മൾ വേഗം തന്നെ വരുന്നതായിരിക്കും. താങ്ക്